വെൽക്കം ടു പ്ലസ് ടു സുവോളജി ഓൺലൈൻ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പ്ലസ് ടു ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നതാണ്. അതിലെ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട ജനറ്റിക് ടേംസ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം ജനറ്റിക്സ് എന്താണെന്ന് നോക്കാം. സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, ഈ മൂന്ന് കാര്യങ്ങളെയും പറ്റി പഠിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക്സ്, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ജീൻസ് ആൻഡ് ക്രോമസോംസ് എന്ന് വേണമെങ്കിലും അതിനെ വിളിക്കാം. രണ്ടാമത്തത് ഇൻഹെറിറ്റൻസ്, ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പേരൻസ് ടു പ്രോജനി, അതായത് മാതാപിതാക്കളിൽ നിന്നും ക്യാരക്ടേഴ്സ് അടുത്ത പ്രോജനിയിലേക്കും പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. 3. ഹെറിഡിറ്റി, റിസംബ്ലൻസ് ബിറ്റ്വീൻ ഓസ്പ്രിങ്സ് ആൻഡ് ദെയർ പാരൻസ്, അതായത് ഓസ്പ്രിങ്സും കുഞ്ഞുങ്ങളും അവയുടെ മാതാപിതാക്കളുമായിട്ടുള്ള സാദൃശ്യത്തെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി. അടുത്തത് വേരിയേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ഓസ്പ്രിങ്സ്, അതായത് പാരൻസിൽ നിന്നും എന്തുമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓസ്പ്രിങ്സ്, അതാണ് വേരിയേഷൻ. ക്ലോൺ, എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ്ഡ് ബൈ എസെക്ഷൽ റീപ്രൊഡക്ഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺസ്. ഈ ക്ലോൺസ് മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും പരസ്പരം സിമിലർ ആയിരിക്കും. ഇനി ഓരോ ഇൻഡിവിജ്വൽ ക്ലോണിനെയും അറിയപ്പെടുന്ന പേര് റാമീറ്റ്സ് എന്നാണ്. അടുത്തത് ഓസ്പ്രിങ്സ്, ദ ഓർഗാനിസംസ് ഡിറൈവ്ഡ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേരാണ് ഓസ്പ്രിങ്സ്. അടുത്തത് അലീൽസ്, അല്ലെങ്കിൽ അലിലോമോർഫ് എന്ന് വിളിക്കും. ദ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ ഈസ് കാൾഡ് അലീൽ എന്ന് പറഞ്ഞാൽ ഒരു ജീനിൻ്റെ രണ്ട് ആൾട്ടർനേറ്റീവ് ഫോംസിനെ വിളിക്കുന്ന പേരാണ് അലീൽ. എക്സാമ്പിൾ, ക്യാപിറ്റൽ ടി, അത് ടോൾനെസ്സിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തത് സ്മോൾ ടി, അത് ഡാർഫ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആർ ടു അലീൽസ് ഓഫ് ജീൻ റെസ്പോൺസിബിൾ ഫോർ ക്യാരക്ടർ ഹൈറ്റ്. അടുത്തത് ഹോമോസൈഗസ്, ദ കണ്ടീഷൻ ഇൻ വിച്ച് ക്രോമസോം ക്യാരീസ് സിമിലർ അലീൽസ് ഫോർ എ ക്യാരക്ടർ, അതായത് ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സിമിലർ അലീൽസ് ആണ് കാണപ്പെടുന്നതെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹോമോസൈഗസ്. ആൾസോ നോൺ ആസ് പ്യുവർ ലൈൻ, അല്ലെങ്കിൽ ട്രൂ ബ്രീഡിംഗ് എന്നും അറിയപ്പെടും. അതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ഇതൊക്കെ ഹോമോസൈഗസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്തത് ഹെറ്ററോസൈഗസ്, ദ കണ്ടീഷൻ ഇൻ വിച്ച് ക്രോമസോം ക്യാരീസ് ഡിസിമിലർ അലീൽസ് ഫോർ എ ക്യാരക്ടർ, അതായത് ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്തതുകൊണ്ട് ഡിസിമിലർ അലീൽസ് ആണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസൈഗസ്. എക്സാമ്പിൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, എക്സെട്ര. ഡോമിനന്റ് ക്യാരക്ടർ, ദ ക്യാരക്ടർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ, അതായത് ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഡിസിമിലർ അലീൽസ് ആയിരിക്കും. അതിൽ ഏത് അലീലാണോ, ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഡോമിനന്റ് ക്യാരക്ടർ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ക്യാപിറ്റൽ ലെറ്റർ. ഇനി റിസസീവ് ക്യാരക്ടർ, ദ ക്യാരക്ടർ വിച്ച് സപ്രസ്ഡ് ഇൻ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഏത് ക്യാരക്ടറാണോ സപ്രസ് ചെയ്യപ്പെടുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് റിസസീവ് ക്യാരക്ടർ. ദാറ്റ് വിൽ ഇൻഡിക്കേറ്റ് സ്മോൾ ലെറ്ററിലാണ് അതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് ഈ ഡോമിനന്റ് ക്യാരക്ടറിനെ വിളിക്കുന്ന പേര് പ്രകട ഗുണമെന്നും റിസസീവ് ക്യാരക്ടറിനെ വിളിക്കുന്ന പേര് ഗുപ്ത ഗുണമെന്നും ആണ്. അടുത്തത് റെസിപ്രോക്കൽ ക്രോസ്. റെസിപ്രോക്കൽ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇൻഹെറിറ്റൻസ് പാറ്റേണിൽ പേരൻ്റൽ സെക്സിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു മെയിൽ ഷോർട്ടായിട്ടുള്ളൊരു പ്ലാന്റും എന്നാൽ ഒരു ഫീമെയിൽ ടോൾ ആയിട്ടുള്ള പ്ലാന്റുമാണ്. അതിനെ നമ്മൾ ഇപ്പോൾ മെയിൽ ഷോർട്ട് പ്ലാന്റ് ക്രോസ്ഡ് വിത്ത് ഫീമെയിൽ ലോങ് പ്ലാന്റ് അല്ലെങ്കിൽ ടാൾ പ്ലാന്റുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ തിരിച്ചെടുക്കും, അതായത് ഫീമെയിൽ ഷോർട്ട് പ്ലാന്റിനെ മെയിൽ ടാൾ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യും. അങ്ങനെ റിവേഴ്സ് ചെയ്ത് ക്രോസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കൽ ക്രോസ്.
two-way cross of the same genotype in which sexes of both parents are reversed. Reciprocal cross is the breeding designed to test the role of parental sex on inheritance pattern. In uncrossed male expressing one of the trait will be crossed with the female that is not expressing the trait. In other way, the female expressing a trait of interest will be crossed with a male not expressing the trait. അതായത് ആദ്യ സ്റ്റെപ്പിൽ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു മെയിൽ ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യും, അവിടെ ഫീമെയിൽ ആ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യില്ല, അങ്ങനെ ക്രോസ് ചെയ്യും. എന്നാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫീമെയിൽ ആ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യും, മെയിൽ ദാറ്റ് വിൽ നോട്ട് ബി എക്സ്പ്രസിങ്, അങ്ങനെ ക്രോസ് ചെയ്യും. അതാണ് റെസിപ്രോക്കൽ ക്രോസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ട്രൈറ്റ്. ദ ഫിനോടൈപ്പിക് ക്യാരക്ടർ ഓഫ് ആൻ ഇൻഹെറിറ്റഡ് ക്യാരക്ടർ ഈസ് കാൾഡ് ട്രൈറ്റ്. ദ ഫിനോടൈപ്പിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഇൻഹെറിറ്റഡ് ക്യാരക്ടർ, അതിനെയാണ് എന്ത് വിളിക്കുന്ന പേര്? ട്രൈറ്റ്. ഉദാഹരണത്തിന് പൊക്കം കുറവ്, പൊക്കം കൂടുതൽ, ചുവന്ന നിറം അല്ലെങ്കിൽ മഞ്ഞ നിറം, അതിനെയൊക്കെ നമ്മൾ ട്രൈറ്റ് എന്ന് വിളിക്കാം. അടുത്തത് വൈൽഡ് ടൈപ്പ്. എ സ്പീഷ്യസ് വെറൈറ്റി ഷോയിങ് നോർമൽ ഫിനോടൈപ്പ്. നാച്ചുറലി അതിന് കാണപ്പെടുന്ന ഫിനോടൈപ്പിനെ വിളിക്കുന്ന പേരാണ് വൈൽഡ് ടൈപ്പ്, നമ്മൾ ക്രോസ് ചെയ്ത് കിട്ടുന്നത് അല്ല. അടുത്തത് നമ്മൾ ഇനി ഈ പ്രധാനപ്പെട്ട ഈ ടേംസ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് നമുക്ക് പറയുവാനുള്ളത് ഫാദർ ഓഫ് ജനറ്റിക്സ്. ഗ്രിഗർ മെൻഡലിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ജനറ്റിക്സ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അദ്ദേഹം പയർ ചെടിയിൽ, പട്ടാണിപ്പയർ അഥവാ പൈസം സറ്റൈബം എന്ന് പറയുന്ന പട്ടാണിപ്പയറിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ച് ഓഫ് സയൻസിൻ്റെ ഉൽപ്പത്തിയും നമ്മൾ ഇന്ന് ഈ പഠിക്കുന്നതെല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പട്ടാണിപ്പയർ അഥവാ പൈസം സറ്റൈബം എന്ന് പറയുന്ന ചെടിയിൽ നടത്തിയ ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഓസ്ട്രിയൻ പ്രീസ്റ്റും ശാസ്ത്രജ്ഞനുമായിരുന്ന ഗ്രിഗർ ജൊഹാൻ മെൻഡൽ 1856 മുതൽ 1863 വരെയുള്ള കാലഘട്ടത്ത് പൈസം സറ്റൈബം എന്ന പട്ടാണി പയർ ചെടിയിൽ ധാരാളം ക്രോസിംഗ് എക്സ്പെരിമെൻറ്റുകൾ നടത്തുകയും അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം 1900 ആണ്ട് ആകുന്നതോടുകൂടിയാണ് ഇതിന് ശാസ്ത്ര സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്. അദ്ദേഹം പയർ ചെടികളെ ക്രോസിംഗ് എക്സ്പെരിമെൻറ്റിന് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിന് കണക്കിലെടുക്കുന്നതിന് കാരണം ധാരാളം കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അടങ്ങിയതുകൊണ്ടാണ്. ഈ പയർ ചെടിയിൽ, അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ കാണപ്പെടുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇപ്പോൾ പട്ടാണിപ്പയർ അഥവാ പൈസം സറ്റൈവം എന്ന് പറയുന്ന ആ പയർ ചെടിയിൽ കാണപ്പെടുന്ന പ്രധാനമായിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം സ്റ്റെം ഹൈറ്റ്. അത് ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ടാളാണ്, ഉയരമുള്ളതാണ് ഡോമിനൻ്റ്. എന്നാൽ റിസസീവ് ഡാർഫ്, കുള്ളന്മാരായിട്ടുള്ളത്. ഫ്ലവർ കളറ് വയലറ്റ് ആണ് ഡോമിനൻ്റ്. വയലറ്റ് ഈസ് ഡോമിനൻ്റ് ഓവർ വൈറ്റ്. ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ഈസ് ഡോമിനൻ്റ് ഓവർ ടെർമിനൻ്റ്. പോട്ട് ഷേപ്പ് ഇൻഫ്ലേറ്റഡ് ഈസ് ഡോമിനൻ്റ് ഓവർ constricted. Pot color green is dominant over yellow. Seed shape round is dominant over wrinkled. Seed color yellow is dominant over green. അങ്ങനെ ഈ 7 ക്യാരക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റുകൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തത്. പക്ഷേ അന്നത്തെ കാലത്ത് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സൗകര്യങ്ങളില്ലാത്തതൊക്കെ കൊണ്ടായിരിക്കണം അത് പൊതുശാസ്ത്ര ലോകത്തിന് ആ അറിവ് ലഭ്യമായിരുന്നില്ല. ഏകദേശം 1900 ആണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ക്രോസിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടുകൾ ലഭിച്ചത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പരിശോധിച്ച് നോക്കാം. വൈ ഡസ് മെൻഡൽ സെലക്ട് പീ പ്ലാന്റ്സ് ഫോർ ഹിസ് എക്സ്പെരിമെൻറ്റ്? ധാരാളം ചെടികൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം പയർ ചെടികളെ ഈ ജനിതക പരീക്ഷണത്തിന് ഉപയോഗിച്ചത്? അതിന് കാരണം പ്രധാനമായിട്ട് നമുക്കൊരു 6 പോയിന്റുകളാണ് നമുക്ക് നിരത്താൻ കഴിയുന്നത്. ഒന്ന്, ഷോർട്ട് ലൈഫ് സ്പാൻ. വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ അത് പൂർണ്ണ വളർച്ചയെത്തും.
പീ പ്ലാന്റ്സ് ഹാവ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. കാര്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഒരു ഫ്ലവറിൽ തന്നെ കാണും. അത് ക്രോസിംഗ് എക്സ്പെരിമെൻ്റ് നടത്തുന്നതിനും അതുപോലെ സെൽഫ് പോളിനൈസേഷൻ നടത്തുന്നതിനൊക്കെ വളരെ ഈസിയാണ്. മെനി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഈ പീ പ്ലാന്റ്സിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള ധാരാളം കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ 7 എണ്ണമാണ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ധാരാളം കോൺട്രാസ്റ്റ് മറ്റ് ചെടികളെ അപേക്ഷിച്ച് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വ്യക്തമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ധാരാളം കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഈ പയർച്ചെടികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ നമുക്ക് ഫിസിക്കലി റിസൾട്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി ദേ ഈസിലി ഗ്രോ. നമുക്കറിയാം പയർച്ചെടി നട്ട് കഴിഞ്ഞാൽ അതിവേഗത്തിൽ വളരുന്ന ഒരു വിഭാഗം ചെടികളാണിത്. ഈസി ഫോർ ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ നടത്തുവാൻ ഈസിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നാലെ പഠിക്കാം. ഇനി മെനി ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് അറ്റ് എ ടൈം. അപ്പോൾ ഒരു പയർച്ചെടിയെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അസസ് ചെയ്യുന്നതിന് ആവശ്യം ആയിട്ടുള്ള ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ പുതിയ തലമുറയിലുള്ള പയർച്ചെടികളെ വിത്തുകൾ നമുക്ക് ലഭിക്കും എന്നർത്ഥം. അടുത്തത് സ്റ്റെപ്സ് ഇൻ മേക്കിംഗ് എ ക്രോസ് ഇൻ പീ പ്ലാന്റ്സ്. അതായത് പീ പ്ലാന്റ്സ് പയർചെടിയിൽ ക്രോസിംഗ് എക്സ്പെരിമെൻ്റ് നടത്തുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്പും എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നമ്പർ 1, സെലക്ഷൻ ഓഫ് പീ പ്ലാന്റ്സ് വിത്ത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അതായത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള പീ പ്ലാന്റ്സിനെ കളക്ട് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉയരം കൂടുതലുള്ള ചെടി, ഉയരം കുറവുള്ള ചെടി. റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഓഫ് ദ വൺ പ്ലാന്റ് ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ. അത് കാര്യം നമുക്ക് ആൾറെഡി നമ്മൾ പഠിച്ചു, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് ഈ പയർ ചെടികൾക്ക് എല്ലാത്തിനും. അതായത് ഒരു ചെടിയിൽ തന്നെ മെയിൽ സെക്സ് ഓർഗൻ അഥവാ ആൻഡ്രീഷ്യവും ഫീമെയിൽ സെക്സ് ഓർഗൻ അഥവാ ഗൈനീഷ്യവും കാണാം. അതായത് ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഓവറിയും അതിൻ്റെ സ്റ്റിഗ്മയും വരുന്ന ഭാഗം, അത് ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും ഉള്ളിലായിരിക്കും കാണുന്നത്. അതിന് പെരിഫറിയിലായിട്ടാണ് ഈ ആന്തേഴ്സ് കാണപ്പെടുന്നത്. ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. പൂ വിടരുന്നതിന് മുമ്പ് അതിൻ്റെ പെറ്റൽസ് പതുക്കെ ഇളക്കിയിട്ട് അപ്പോൾ പൂ വിടരുന്നതിന് മുമ്പ് ഇതിന് ആന്തേഴ്സ് പൂർണ്ണ വളർച്ചയെത്തി കാണത്തില്ല. അപ്പോൾ ആന്തേഴ്സ് റിമൂവ് ചെയ്യണം. ഓരോ ഫ്ലവർ, നമ്മൾ ഏത് ഫ്ലവറിലാണോ ക്രോസ് പോളിനേഷൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്ലവറിൻ്റെ പെറ്റൽസ് പതുക്കെ ഇളക്കി, മുട്ടായിരിക്കുമ്പോഴേ ഇളക്കി മാറ്റിയിട്ട് അതിൽ ആന്തേഴ്സ് കട്ട് ചെയ്ത് മാറ്റും. അപ്പോഴത്തേക്ക് ഇനി ബൈസെക്ഷൽ ഫ്ലവർ നമുക്ക് വിളിക്കാൻ പറ്റില്ല, അത് മോണോസെക്ഷലായി മാറി. കാര്യം അത് ഫീമെയിൽ ഫ്ലവർ മാത്രമായി മാറി. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ എന്ന് വിളിക്കും. അതായത് അതിൻ്റെ ആന്തേഴ്സ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഒരു ഫീമെയിൽ പേരൻ്റായിട്ട് കൺസിഡർ ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. കളക്ഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ പ്ലാന്റ്. അടുത്ത ചെടിയെ നമ്മൾ ഈ ഇമാസ്കുലേഷൻ നടത്താത്ത ഒരു ചെടി കാണും. ആ ചെടിയെ നമ്മൾ മെയിൽ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ആൾറെഡി ഉള്ള നമ്മൾ ഇമാസ്കുലേഷൻ നടത്തിയ ആ ചെടിയിൽ, ആ ഫ്ലവറിൽ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ പോളിനേഷൻ നടക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് സീഡ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഓസ്പ്രിങ്സ്. അതായത് ഇതിൽ നിന്ന് പയറുണ്ടാകും. അതിൻ്റെ വിത്തുകളെ പിന്നെ നമ്മൾ കളക്ട് ചെയ്തെടുക്കും. എന്നിട്ട് അവ നടുമ്പോഴാണ് അടുത്ത ജനറേഷനിലെ പ്ലാന്റ്സ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ സെഗ്മെൻറ്റ് വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ഇത് ഇച്ചിരി വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ പൂർണ്ണമായി 1-2 വീഡിയോയിൽ നിർത്തിക്കഴിഞ്ഞാൽ കാര്യം അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം വരും. അതുകൊണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.